വിവാഹം എന്നത് ശരിക്കും ഒരു അടിമക്കച്ചവടമല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ അവർ വെറും ശരീരം പങ്കിടുന്നവർ മാത്രമല്ല, തുല്യ ജീവിത പങ്കാളികളാണ്. ജീവിതത്തിൽ തുല്യ പങ്കാളിത്തമുള്ളവരാണ്. ജീവിത വിജയത്തിന് ആ പങ്കാളിത്തത്തിനൊരു കരാറുണ്ടാവണം. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് നടക്കുന്ന ദുരന്തങ്ങൾക്ക് പിന്നിൽ, രോഗങ്ങൾക്ക് പിന്നിലെല്ലാം ഒളിച്ചിരിക്കുന്ന വില്ലൻ, ആ ആൻറ്റി ഹീറോ, അത് ഈ ലഹരിയാണ്. ജീവിത പങ്കാളി അതാണാവട്ടെ പെണ്ണാവട്ടെ, ജീവിത പങ്കാളി ഒരു അടിമയല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മളുടെ ജീവിത പങ്കാളികൾ ലഹരിക്ക് അടിമയാകണമെന്നില്ല. മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ദുരന്തം, ഒരു ട്രാജഡി വഴിയിൽ നമുക്കായി കാത്തു നിൽപ്പുണ്ട്. നമ്മളുടെ മുന്നിലേക്ക് മരണം പ്രത്യക്ഷമാവാനായിട്ട് നമ്മളോടൊപ്പം ആര് സഞ്ചരിക്കുന്നുണ്ട്? കാലൻ സഞ്ചരിക്കുന്നുണ്ട്, മരണം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരു കൈയും വീശി സഞ്ചരിക്കണം, മരണത്തെ മുമ്പേ നടത്താതിരിക്കണം. ഇപ്പം നമ്മളുടെ കൈകൾ എങ്ങനെയുള്ളതായിരിക്കണം? ലഹരികളില്ലാതെ സ്വതന്ത്രമാവണം. നമ്മളുടെ 9ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള പാണീന്ദ്രിയം വീശി നമ്മൾ സഞ്ചരിക്കണം, നിവർന്ന് സഞ്ചരിക്കണം. നമ്മളുടെ സംരക്ഷണം കരങ്ങളിലാകുന്നു. ആ കരങ്ങളിൽ മദ്യമോ ബീഡിയോ ലഹരിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ ഇല്ലാതാക്കും. നമ്മളുടെ സംരക്ഷണം, നമ്മളുടെ സുരക്ഷ നമ്മളുടെ കൈകളിൽ നിന്ന് എങ്ങോട്ട് പോകും? വഴുതിപ്പോകും. ശരിക്കും അറിവും അറിവിൽ നിന്നും ജനിക്കുന്ന സ്നേഹവും, അതായിരിക്കണം നമ്മുടെ ആനന്ദം. വിജ്ഞാനത്താൽ ആനന്ദം, അതായിരിക്കണം ശാശ്വതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള നമ്മുടെ ലൈഫിന് ഏറ്റവും ഉത്തമം. നമ്മളെ ജീവിതത്തിൽ ഹീറോ ആക്കാത്ത, ഹീറോയിൻ ആക്കാത്ത ആൻറ്റി ഹീറോ എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? അത് തീർച്ചയായിട്ടും ലഹരിയായിരിക്കും. ആ ലഹരി നമ്മളെ ലഹരിക്കും.